ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഉച്ച സമയമാണിത്. അപ്പോൾ കറി വയ്ക്കാൻ നോക്കിയപ്പോൾ കറിക്ക് പച്ചക്കറികളൊന്നും കാര്യമായിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാമെന്നുള്ള തീരുമാനത്തിലായി. പിന്നെ തോട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് തക്കാളിയൊക്കെ പൊട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ തക്കാളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് മുൻപേ കുടപ്പൻ, നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തോരനുണ്ടാക്കാം. അതിന് ഉള്ളിയും കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം വഴറ്റി വേപ്പിലയൊക്കെ ചേർത്ത് കുടപ്പൻ ചേർത്തൊന്ന് വഴറ്റി. അപ്പോൾ എനിക്ക് തോന്നി സാമ്പാറിന് വേവിച്ച പരിപ്പ് അത് ഞാൻ കുറച്ച് വേവ് കുറച്ച് എടുത്തു. എന്നിട്ട് അത് 2 സ്പൂൺ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ അതേ കുടപ്പൻ ഇവിടെ റെഡിയായി. അപ്പോൾ ആ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ സാമ്പാർ വക്കത്തവിടെ ഇരിപ്പാണ് കേട്ടോ, സാമ്പാർ വെച്ചിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴേ ഒരു പപ്പായയുടെ കഷ്ണം വരുന്നു. ആ പപ്പായയുടെ കഷ്ണവും എൻ്റെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ 2 വെണ്ടയ്ക്കയും എല്ലാം കൂട്ടി ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഇവിടെ തിളക്കുകയാണ്. സാമ്പാർ പൊടിയൊക്കെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു, പുളി പിഴിഞ്ഞൊഴിച്ചു, ഉപ്പിട്ടു. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഞാൻ ഉള്ളിയൊന്നും വഴറ്റിയിടാറില്ല. കടുക്, ഉലുവ, വറ്റൽമുളക് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്തു. അപ്പോൾ എൻ്റെ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആര് കഴുകും? ഞാൻ തന്നെ കഴുകണം. പാത്രങ്ങളൊക്കെ കഴുകിയേക്കാം. നമ്മൾ ഇതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണികളൊക്കെ എളുപ്പമായില്ല. പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാനുള്ള. പിന്നെ അടുക്കളയ്ക്ക് നോക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. ഈ സമയത്ത് ഒരു മീഷോ ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു, ചെടിയൊക്കെ കിട്ടുന്ന കത്തിരി. അപ്പോഴാണിത് ഉണക്കമീൻ്റെ ഓർമ്മ. ഇന്നലെ ഞാൻ തന്നെ ഉണക്കിയെടുത്ത അയിലയാണ്. അപ്പോൾ ഇത് ഉണക്കിയെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. ഇത് ഞാൻ കുറേ കൊളുത്തി മുകളിലൊക്കെ ഇട്ടാണ് ഉണക്കിയെടുത്തത്. നമ്മളെ ഫഹദും കൂട്ടരും ഇത് എടുക്കാൻ വേണ്ടി പാടുപെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. എൻ്റെ ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി. ഇപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ചോറ്, പിന്നെ വാഴക്കുടപ്പൻ തോരൻ, സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ. എനിക്കും നല്ല ഇഷ്ടമായി, സൂപ്പറാണ്.